നമസ്കാരം സുഹൃത്തുക്കളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. ഒരു പ്രത്യേക വിഷയമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുന്നത്. എലക്ഷൻ്റെ സമയമാണല്ലോ ഇത്. എലക്ഷൻ എന്ന വാക്ക് നമ്മുടെ മനസ്സിൽ നന്നായി പതിഞ്ഞിരിക്കുന്നൊരു സമയം കൂടിയാണ്. പ്രത്യേകിച്ച് അമേരിക്കയുടെ എലക്ഷൻ കഴിഞ്ഞു അവിടെ പ്രസിഡൻറ്റ് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി അടുത്തത് നമ്മുടെ ഭാരതത്തിൽ പല സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുവാൻ പോകുന്ന സമയമാണ്. പല ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ കണ്ടതായിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇങ്ങനൊരു വീഡിയോ ഇറക്കുവാൻ എന്നെ നിർബന്ധിച്ചത്. പല ക്രിസ്ത്യൻ സുഹൃത്തുക്കളും എലക്ഷൻ അടുക്കുമ്പോൾ അവരവർ ഇഷ്ടപ്പെട്ട പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുകയും അങ്ങനെ ആ പാർട്ടിക്ക് വേണ്ടി വാദിക്കുകയും തർക്കിക്കുകയും പരസ്പരം ദൈവമക്കൾ എന്നറിയപ്പെടുന്ന ആളുകൾ തമ്മിൽ ചോര കുടിക്കുന്ന ഒരു കാഴ്ച, പരസ്പരം മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്ന, സ്വന്തം പാർട്ടിയെ ന്യായീകരിക്കുവാൻ വേണ്ടി എന്ത് ചതിയും വഞ്ചനയും അസത്യവും പറയുവാൻ മടിക്കാത്ത ഒരു സാഹചര്യത്തിലെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഒന്നാമതായിട്ട് ക്രിസ്തീയ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത്, ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ ദൈവമക്കൾ എന്നാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അവനെ കൈക്കൊണ്ടവർക്ക് ദൈവത്തിൻ്റെ മക്കളാകാനുള്ള അധികാരം നൽകപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ വചനത്തിലും കർത്താവ് നമ്മളിലും വസിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ഒരു അനുഭവം. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും അവരുടെ ഉപദേശവും ആശയവും ആദർശവും ഒന്നും തന്നെയും ക്രിസ്തീയ വിശ്വാസത്തിന് മുകളിലല്ല എന്ന കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ തമ്മിലടിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിൽ ഉള്ള സഹോദരങ്ങളെയാണ് തെറി വിളിക്കുന്ന കാര്യം മറക്കരുത്. രണ്ടാമത്തത്, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനിക്ക് തൻ്റെ ചുറ്റുമുള്ള ആളുകളെല്ലാം ക്രിസ്ത്യാനികളല്ല. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ പാർട്ടി എന്ന പേരിലോ ആ നിലയിലൊരു പാർട്ടിയെ കാണുവാൻ കഴിയത്തില്ല. ക്രിസ്ത്യാനിക്ക് വേണ്ടി ക്രിസ്ത്യൻ പേരിലുള്ള പല രാഷ്ട്രീയ നേതാക്കന്മാരെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുമെങ്കിലും ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടിയോ മൂല്യങ്ങൾക്ക് വേണ്ടിയോ ദർശനത്തിന് വേണ്ടിയോ ക്രിസ്തുവിൻ്റെ ശിഷ്യൻ എന്ന നിലയിൽ പോലും അവരിൽ പലരും അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നുമില്ല, അറിയപ്പെടുന്നവരല്ല, അല്ലെങ്കിൽ അങ്ങനെ അറിയിക്കുവാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ ചുറ്റുമുള്ള രാഷ്ട്രീയ പാർട്ടികൾ, ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും ബഹുദൈവ വിശ്വാസത്തിൽ വിശ്വസിക്കുന്നവരും ദൈവമില്ല അല്ലെങ്കിൽ ക്രിസ്തീയ മൂല്യങ്ങൾ എന്ന വിഷയങ്ങളെയൊക്കെ എതിർക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളാണ് ഭൂരിപക്ഷവും. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ എന്ന ഐഡൻറ്റിറ്റിയിൽ ഒരാൾക്ക് വോട്ട് ചെയ്യുവാൻ ഉള്ള സാഹചര്യമല്ല എന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അടുത്ത ചോദ്യം ഇതാണ്, നമ്മൾ ആർക്ക് വേണം വോട്ട് ചെയ്യേണ്ടത്? പലപ്പോഴും നമ്മുടെ ഇടയിൽ കടന്നു വന്നതായിരിക്കുന്ന ഒരു പ്രശ്നം, ഈ അടുത്തിടയ്ക്ക് ഒരു ചങ്ങാതി എനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുകയും ആ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ച ചങ്ങാതി എന്നോട് പറയുന്നത്, നമ്മൾ BJPക്ക് വേണം വോട്ട് ചെയ്യാൻ. ഞാൻ ചോദിച്ചു, അതെന്താ? അല്ല, ഇവിടെ ജിഹാദി ശക്തി രൂപപ്പെട്ടു വരികയാണ്. ഇവരെ ഇപ്പോഴുള്ള കമ്മ്യൂണിസ്റ്റും കോൺഗ്രസിനും ഒന്നും തന്നെയും നമ്മളവരെ ഇനി വിശ്വസിച്ചിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു, കൊള്ളാമല്ലോ, അപ്പോൾ എന്താ പരിപാടി? അപ്പോൾ നമുക്ക് BJP ഇത് ചെയ്യണം. ഞാൻ ചോദിച്ചു, എന്താ വിഷയം എന്താ? ഞാൻ ചോദിച്ചു, ജിഹാദികൾ ഭരണത്തിൽ കടന്നു വരുമ്പോൾ അവരിലൂടെ ക്രിസ്തീയ സഭയ്ക്കുണ്ടാകുന്ന ദോഷമാണ്. അപ്പോൾ അദ്ദേഹം പഴയ ചരിത്രങ്ങളൊക്കെ കുറച്ചെടുത്ത് പറഞ്ഞു. ഞാൻ ഈ പഴയ ചരിത്രത്തിൻ്റെ വെളിച്ചത്തിൽ ഇന്നത്തെ ഇസ്ലാമിനെ വിലയിരുത്താൻ പറ്റത്തില്ലെങ്കിലും ഞാൻ പറഞ്ഞു, നിങ്ങൾ ക്രിസ്തീയ സഭയ്ക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നതെങ്കിൽ ഈ ക്രിസ്ത്യാനികളെന്ന് പറയുന്നത് വെറും കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് ഭാരതത്തിലൊക്കെ നമ്മൾ ഇന്ത്യൻ ക്രിസ്ത്യൻ എന്ന് പറയുമ്പോൾ അത് ഭാരതത്തിലുള്ള എല്ലാ ക്രിസ്ത്യാനികളും ഉൾപ്പെടുന്നതാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കറിയാവോ ക്രിസ്ത്യൻ പള്ളികൾ പൊളിക്കപ്പെടുന്നതും ക്രിസ്തീയ പള്ളികളെ ചുട്ടരിക്കുന്നതും പുരോഹിതന്മാരെ പള്ളിയിൽ അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും പാസ്റ്റർമാരെയും മിഷണറിമാരെയും കൊല്ലുകയും ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ക്രിസ്തീയ വിശ്വാസത്തെ പ്രചരിപ്പിക്കുവാനുള്ള അവകാശം നിഷേധിക്കുന്ന, അങ്ങനെ സുവിശേഷം പങ്കുവെക്കുന്നവരെ ഉപദ്രവിക്കുകയും നാട് കടത്തുകയും ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹം ഒന്നും അറിയാത്തതുപോലെ എന്നോട് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, BJP ഭരണത്തിൽ വന്നതിന് ശേഷമുള്ള കാഴ്ചകളാണ് ഞാനീ പറയുന്നത്.
BJP ഭരണത്തിൽ വരുന്നതിന് മുമ്പേ RSS, ബജ്രംഗ് ദൾ മുതലായിരിക്കുന്ന സംഘടനകൾ കൂട്ടരും ചെയ്യുന്ന പ്രവൃത്തികളും കൂടാണ് ഞാനീ പറയുന്നത്. അദ്ദേഹം എനിക്ക് തിരിച്ച് മറുപടി വന്ന് മതപരിവർത്തനം നടത്താതിരുന്നാൽ പോരെയെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സംഘി, നിന്നെ ഞാൻ പിടിച്ചു. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാക്കി, അല്ലെങ്കിൽ മുസ്ലിങ്ങളിൽ നിന്ന് ക്രിസ്ത്യാനികൾ നേരിടുന്ന ആശയപരമായ മറ്റു മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങളെ വളരെയേറെ ഊന്നൽ കൊടുത്തുകൊണ്ട് ക്രിസ്ത്യൻ മുസ്ലിം തമ്മിലടി ഉറപ്പുവരുത്തി വോട്ട് പിടിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന സംഘിപുത്രന്മാരെക്കുറിച്ചാണ് ഞാനീ പറയുന്നത്. ക്രിസ്ത്യൻ പേരുകളിൽ അവർ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയോ ക്രിസ്ത്യാനികൾ ഗ്രൂപ്പുകളിൽ പ്രവേശിക്കുകയും അങ്ങനെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ക്രിസ്ത്യാനിയായി സംസാരിക്കുന്നു എന്ന നിലയിൽ BJPക്ക് വേണ്ടി വോട്ട് പിടിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന അനേക സംഘിപുത്രന്മാരെ മക്കളെ കാണുവാൻ കഴിയും. ക്രിസ്ത്യാനികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം പറയട്ടെ. ജിഹാദികളായിരിക്കുന്ന മുസ്ലിങ്ങൾ എന്ത് പ്രശ്നമാണോ സൃഷ്ടിക്കുന്നത് അതേപോലെ ഒരു പ്രശ്നമാണ് ഭാരതത്തിൽ ഹിന്ദുത്വവാദികളിൽ നിന്നും ക്രിസ്ത്യാനികൾ നേരിടുന്നത്. നിങ്ങളുടെ പുരോഹിതന്മാരെയും പാസ്റ്റർമാരെയും മിഷണറിമാരെയും പള്ളികളെയും സഭാ ഹാളുകളെയും ബൈബിളിനെയൊക്കെ കത്തിക്കുന്ന, നശിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജിഹാദിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സംഘിയുടെ മടിയിൽ പോയി കിടന്നുറങ്ങേണ്ട ഗതികേട് ക്രിസ്ത്യാനികൾക്കുണ്ടാവരുത്. രണ്ട് കൂട്ടരും പ്രശ്നമാണ്. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിലല്ല ഞാനീ പറയുന്നത്. ജിഹാദികളെ സംബന്ധിച്ചോളം അവർക്ക് മുസ്ലിങ്ങളെന്നോ ഹിന്ദുക്കളെന്നോ ക്രിസ്ത്യാനികളെന്നോ വ്യത്യാസമില്ല. മുസ്ലിം തീവ്രവാദത്തിൻ്റെ ആദ്യത്തെ ഇരയെന്ന് പറയുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്. അവരോട് വിയോജിക്കുന്ന മുസ്ലിങ്ങളെ കൊല്ലുക, ഹിന്ദുക്കളെ കൊല്ലുക, ക്രിസ്ത്യാനികളെ കൊല്ലുക, പള്ളിയെന്നോ മോസ്കെന്നോ വ്യത്യാസമില്ലാതെ നശിപ്പിക്കുക. ഈ സത്യം മുസ്ലിങ്ങൾക്ക് തിരിച്ചറിയുന്ന അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇസ്ലാം വിതച്ചതായിരിക്കുന്ന വിഷത്തിൻ്റെ ആഴം അത് എത്ര വലുതാണെന്ന് മുസ്ലിങ്ങൾ തന്നെ മനസ്സിലാക്കി ഇസ്ലാം വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. എന്നാൽ ക്രിസ്ത്യാനികൾക്ക് ഈ കാര്യം മനസ്സിലാക്കണം. മുസ്ലിങ്ങളെ അല്ല നമ്മൾ വെറുക്കുന്നത്. അങ്ങനെ വെറുക്കാൻ ഒരു ക്രിസ്ത്യാനിക്കൊരു വ്യവസ്ഥയില്ല, പ്രമാണമില്ല. ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് മുസ്ലിങ്ങൾ ഉൾപ്പെടുന്നു. യേശുക്രിസ്തു തൻ്റെ രക്തം ചൊരിഞ്ഞു എന്ന് പറയുന്നത് അത് മുസ്ലിമിന് വേണ്ടിയും കൂടിയാണ്. സ്വർഗത്തിൽ മുസ്ലിമും നമ്മോടൊപ്പം ഉണ്ടായിരിക്കണം, അതിനുവേണ്ടി തന്നെയാണ് ക്രിസ്തു ഈ ത്യാഗം സഹിച്ചതെന്ന് ക്രിസ്ത്യാനി വിശ്വസിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും മുസ്ലിമും അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നു, ഹിന്ദു ഉൾപ്പെടുന്നു, ദളിതൻ ഉൾപ്പെടുന്നു, സ്ത്രീ പുരുഷൻ, നമ്മൾ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടാത്തവരൊക്കെ ഉൾപ്പെടുന്നു. അതുകൊണ്ട് വ്യക്തിയുടെ പേരിലോ രാഷ്ട്രീയ പാർട്ടിയുടെ പേരിലോ ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിൽ ഒരാളെ വെറുക്കുവാൻ ഒരു ക്രിസ്ത്യാനിക്ക് വ്യവസ്ഥയില്ല. എന്നാൽ അതേസമയം തന്നെ ജിഹാദികളുടെ ആക്രമണം ദാവ പ്രവർത്തനത്തിൻ്റെ പേരിൽ വന്നാലും എന്ത് പേരിൽ വന്നാലും അത് ആ നുണയുടെ മോനെ ഓടിക്കുവാനുള്ള ചങ്കൂറ്റം ഒരു ക്രിസ്ത്യാനിക്കുണ്ട്. അത് രാഷ്ട്രീയ പാർട്ടിയുടെയോ അത് ഏതെങ്കിലും ദർശനത്തിൻ്റെയോ ആൾബലത്തിൻ്റെയോ വാളിൻ്റെയോ തോക്കിൻ്റെയോ ബോംബിൻ്റെ ബലത്തിലല്ല, മറിച്ച് ക്രിസ്ത്യാനിക്ക് ദൈവം കൂടെ ഉണ്ടെന്നും ദൈവം തന്ന വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആ സത്യത്തിലുള്ള ഉറപ്പാണ്. ഈ ഉറപ്പുണ്ടെങ്കിൽ ജിഹാദി അല്ല, അവരുടെ ഏത് വലിയ തലവൻ വന്നെന്ന് പറഞ്ഞാലും മറുപടി കൊടുത്ത് അതിനെ ഓടിക്കുവാനുള്ള ശക്തി ക്രിസ്ത്യാനിക്കുണ്ട്. പക്ഷേ അത് സ്നേഹത്തിൽ സത്യം സംസാരിക്കാൻ വചനം പറയുന്നതുകൊണ്ട് സത്യം നമ്മുടെ പക്കൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അവരെ നന്നായി മറുപടി കൊടുക്കുന്നത്. കാരണം അവർ നന്നാവണം, അവർ സത്യം അറിയണം, അവരും ഈ സത്യത്തിലേക്ക് കടന്നു വരണം, ഈ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. അവർ വെറുപ്പ് കൊണ്ടല്ല, മറിച്ച് സ്നേഹമുള്ളത് കൊണ്ടാണ്. എന്നാൽ അതേസമയം തന്നെ ഹിന്ദുക്കൾക്കും പോലും ദളിതർക്കും പോലും പ്രശ്നവും പ്രതിസന്ധിയും ഉണ്ടാക്കുന്ന കൂട്ടരാണ് ഹിന്ദുത്വവാദികൾ. BJP അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ, ഇവിടെ ക്രിസ്തീയ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ, സുവിശേഷ പ്രവർത്തനത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ, അവിടെ ഹിന്ദുത്വവാദിയും BJPയും ബജ്രംഗ് ദളും ജിഹാദികളും എല്ലാം ഒരു നാണയത്തിൻ്റെ അപ്പുറത്തിപ്പുറത്തുള്ള കൂട്ടർ മാത്രമാണ്. അതുകൊണ്ട് ഈ ജിഹാദിയുടെ പേര് പറഞ്ഞ് ക്രിസ്ത്യാനികളുടെ ഇടയിൽ തമ്മിൽ കലഹവും അഭിപ്രായ വ്യത്യാസവും ഉണ്ടാക്കി വോട്ട് പിടിക്കുവാൻ വേണ്ടി സംഘിപുത്രന്മാർ ക്രിസ്തീയ വേഷം അണിഞ്ഞുകൊണ്ട് BJP IT സെൽ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, നമ്മളിനി ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്?
വോട്ട് ചെയ്യുന്നത് മതത്തിന് വേണ്ടിയാകരുത്. നിങ്ങളുടെ വിശ്വാസം അതെന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നെങ്കിൽ, ആ വിശ്വാസത്തിന് ശക്തി തിരിച്ചറിയുന്നെങ്കിൽ, നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളൊരു സ്വയം ഒരു ക്രിസ്ത്യാനിയാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ, യേശുവിന് വേണ്ടി ജീവിക്കുവാനും യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാനുമുള്ള അവകാശം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്നാൽ നിൽക്കുന്ന സമൂഹം അത് അനുവദിക്കണമെന്ന് നിർബന്ധമില്ല. ഈ 2000 വർഷം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ രാജാക്കന്മാരുടെ ഔദാര്യത്തിലല്ല ക്രിസ്തീയ വിശ്വാസം സുവിശേഷം പ്രസംഗിക്കപ്പെട്ടത്. ജീവൻ പോലും പണയം വെച്ച് സ്വന്തം ജീവനെ വിലയുള്ളതായി എണ്ണാതെ ദൈവത്തിൻ്റെ ഭക്തന്മാർ മുമ്പോട്ട് പോയത് ഏതെങ്കിലും BJPയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസിനെയോ ആം ആദ്മി പാർട്ടിയോ ട്രംപിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളിനെയോ പെട്രോൾ ഡോളറിനെ കണ്ടൊന്നുമല്ല എന്ന കാര്യം ക്രിസ്ത്യാനികൾ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ ആർക്കാണ് വോട്ടിടേണ്ടത് അത് നിങ്ങൾ മനസ്സിലാക്കണം. വോട്ടിടുന്നത് നിങ്ങളുടെ പള്ളിയോ നിങ്ങളുടെ വിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടിയല്ല. അത് മുസ്ലിങ്ങൾ സാധാരണ ഹിന്ദുത്വവാദികളുടെ ചിന്തയാണ്. അവരുടെ ദർശനം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ആർക്കാണ് എന്ന് ഞാൻ പറയാം. ശ്രദ്ധയോടെ 1 മിനിറ്റ് കേൾക്കുക. നിങ്ങൾ പാർക്കുന്ന ദേശത്ത്, നിങ്ങൾ പാർക്കുന്ന ദേശം, ഗ്രാമം, അതിന് ആ ഒരു സ്ഥലത്തിന് നല്ല റോഡും നല്ല ഇലക്ട്രിസിറ്റിയും നല്ല സൗകര്യങ്ങളും പുരോഗതി നൽകുന്നതായ ഏതൊരു വ്യക്തിയാണോ അവർക്ക് വേണം നിങ്ങൾ വോട്ടിടാൻ. മതവിദ്വേഷം, ജാതി മുതലായിരിക്കുന്ന വിഷയങ്ങൾ ഊന്നൽ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരുന്ന ഒരാൾക്കും അല്ല ചെയ്യേണ്ടത്. മറിച്ച് നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ കുടുംബം സുരക്ഷിതമായിട്ട് ജീവിക്കുവാൻ, നിങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കുവാൻ ഉറപ്പ് തരുന്ന ഏത് കൂട്ടറാണോ അവർക്ക് വേണം കൊടുക്കണം. അതിവിടെ മുഖമോ കളറോ ജാതിയോ മതമോ ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്നല്ല നോക്കേണ്ടത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ദേശം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ചുറ്റുപാട് നൽകുവാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്ന ആരാണോ അവർക്ക് വേണം കൊടുക്കാൻ. ലോക്കൽ ഡെവലപ്മെൻറ്റ് നോക്കി വേണം നിങ്ങൾ വോട്ടിടേണ്ടത്. മതവും ജാതിയും വർഗീയതയുടെ പേരിലല്ല എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചതിൻ്റെ വാക്കുകൾ നിർത്തിയാണ്. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ഭാഗത്ത് MM അക്ബറും കൂട്ടരും പ്രവർത്തിക്കുന്നത് പോലെ തന്നെയാണ് മറുഭാഗത്ത് ഹിന്ദുത്വവാദികളും ക്രിസ്തീയ വിശ്വാസത്തിനെതിരെ ആശയപരമായും ബലം കൊണ്ടും ആക്രമിക്കുന്നു. 2 കൂട്ടരും അവരവരുടെ കാര്യത്തിൽ തുല്യരാണ്. ഇനിയും ഉള്ള പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുമാണ്. എല്ലാവരും അവസരവാദികളാണെന്നുള്ള കാര്യം ഓർക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ കാര്യങ്ങളെ കാണുവാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പറയുകയാണ്. എല്ലാ പാർട്ടികൾക്കും അവസരവാദികളായതുകൊണ്ട് വോട്ട് ബാങ്ക് തന്നെയാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് ആരും പുണ്യവാന്മാരല്ല എന്ന കാര്യം മനസ്സിലാക്കുക. നിങ്ങളുടെ കുടുംബം, നിങ്ങൾ സുരക്ഷിതരായിരിക്കണമെങ്കിൽ നിങ്ങളെ സുരക്ഷിതരായി നിങ്ങൾക്ക് പുരോഗതി, നിങ്ങളുടെ ദേശത്തിന് പുരോഗതി നൽകുന്ന, ഉയർച്ച നൽകുന്ന ആരാണോ അവർക്ക് വോട്ട് ചെയ്യുക. ദൈവം എല്ലാവരും സഹായിക്കട്ടെ. കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കട്ടെ.